CRP ഫൈറ്റ് ക്ലബ്ബ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കോളാർ ഗോൾഡ് ഫീൽഡ് അഥവാ KGF കുറിച്ചുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഹൈദരാബാദ് ട്രിപ്പ് കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മൾ നേരെ പോയത് കോളാർ ഗോൾഡ് ഫീൽഡാണ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് പ്രത്യേകിച്ച് കൂടുതൽ അറിവൊന്നുമില്ല. ആ ഒരു സിനിമ കണ്ടതിൻ്റെ ഒരാവേശത്തിൽ അങ്ങോട്ട് തിരിച്ചതാണ്. ഇത് നേരിട്ട് കാണാൻ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്ത് അവിടെ നേരെ പോയി. നമ്മൾ ഹൈദരാബാദിൽ നിന്ന് ഏകദേശം ഒരു 650 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു ഈ കോളാർ ഗോൾഡ് ഫീൽഡിലേക്ക്. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്ററോളം വരും. അപ്പം നമ്മൾ മാപ്പിട്ട് പോയി ഇങ്ങനെ കിടന്ന് കറങ്ങി ഓരോ സ്ഥലത്ത് വരുമ്പോൾ ഡെസ്റ്റിനേഷൻ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ഏരിയ മൊത്തത്തിൽ ആ ഒരു KGF അണ്ടറിലുള്ളതാണ്. കോളാർ ഗോൾഡ് ഫീൽഡിൻ്റെ ആ ഒരു ചുറ്റളവിൽപ്പെടുന്നതാണ് ഇതെല്ലാം. ഇത് കർണാടകയിലുള്ള കോളാർ ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോഴും ഇതിൻ്റെ ചുറ്റളവിലൊക്കെ ഈ കാണുന്ന ഇവിടെയൊക്കെ താമസിക്കുന്നതെന്ന് വെച്ചാൽ ഈ കോളാർ ഗോൾഡ് ഫീൽഡിൻ്റെ മുൻപ് വർക്ക് ചെയ്തിരുന്ന ജീവനക്കാരുടെ ഫാമിലീസാണ്. പഴയ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ആയിരുന്നു ഇതിൻ്റെ ലാസ്റ്റ് കാലത്ത് ഇതിൻ്റെ ഈ ഒരു കോളാർ ഗോൾഡ് ഫീൽഡിൻ്റെ മൈനിങ്സ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ BGML ഭാരത് ഗോൾഡ് മൈൻസ് ലിമിറ്റഡ് ഇവരായിരുന്നു ഇതിൻ്റെ ഈ ഗോൾഡിൻ്റെ ഈ മൈനിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ പൂട്ടിക്കിടക്കുന്ന ബിൽഡിങ്ങുകളാണ്. അത് പഴയ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങുകളാണ്. ഇവിടെയൊക്കെ ഇപ്പോൾ റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. ഇതെല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ടൊന്നും ഇവിടെ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ പാടില്ല, നിർത്തി ഫോട്ടോസ് എടുക്കാനൊക്കെ പാടില്ല എന്നവിടെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളവിടെ നിർത്താനൊന്നുമില്ല. നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് ആ ബോർഡ് ഇങ്ങനെ കണ്ടത്. റോഡിലൂടെ നമുക്കറിയാൻ മാപ്പിട്ട് നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ബോർഡൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ ഈ മാപ്പിട്ട് ഇങ്ങനെ പോകുമ്പം ഇത് യുവർ ഡെസ്റ്റിനേഷൻ വിൽ ബി റൈറ്റ്, യുവർ ഡെസ്റ്റിനേഷൻ വിൽ ബി ലെഫ്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ പോയ സ്ഥലത്ത് തന്നെ പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് എല്ലാം കോളാർ ഗോൾഡ് ഫീൽഡിൻ്റെ ഏരിയയാണ് അവിടെയുള്ള. അപ്പം പ്രാദേശികമായി താമസിക്കുന്ന ആൾക്കാർക്ക് ചോദിച്ചപ്പോഴാണ് അത് മനസ്സിലായത്. ഇതെല്ലാം അതിൻ്റെ ആ ഒരു കോളാർ ഗോൾഡ് ഫീൽഡിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പം മൈൻസിൽ ഒന്നും അങ്ങോട്ടൊന്നും കടത്തി വിടത്തില്ല. അവിടെ എല്ലാം ഫുള്ളി റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. അവിടെ എല്ലാം സെക്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ളി റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ മൈൻസ് അതെല്ലാം എവിടെയാണെന്ന് പോലും അറിയാൻ വയ്യ. നമുക്കൊന്നും അറിയാൻ വയ്യ എവിടെയാണ്. അപ്പോൾ അങ്ങോട്ടൊന്നും ആരെയും കടത്തി വിടത്തില്ല. അപ്പോൾ നമ്മൾ ഈ പിക്ചറിൽ കണ്ടൊരു ഇതിൽ വെച്ച് അങ്ങ് പോയതാണ്. ഇത് എങ്ങനെയായിരിക്കും കാണാൻ, ആ ഒരു പടത്തിൽ കാണുന്ന പോലുള്ളതൊക്കെ ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ പോയതാണ്. അപ്പം അങ്ങനെ പോയപ്പോഴാണ് ഇത് മനസ്സിലായത്. അതെല്ലാം വർക്കെല്ലാം സ്റ്റോപ്പ് ചെയ്ത് അങ്ങ് ആ ഏരിയയിലോട്ടൊന്നും ആരെയും കടത്തി വിടത്തില്ല. ഫുള്ളി റെസ്ട്രിക്റ്റഡ് ആണ്. ജസ്റ്റ് നമ്മൾ റോഡിലൂടെ ഇങ്ങനെ ഓടി പോയി കണ്ട് സൈഡിലെ പഴയ ബിൽഡിങ്ങുകൾ, അങ്ങനെ കുറേ പാറകൾ കൂട്ടിയിട്ടിരിക്കുന്ന മലകൾ, ഇതൊക്കെ കാണാം. ഈ ഒരു കാണുന്നതാണ് അന്നത്തെ കാലത്ത് ഏറ്റവും ഫേമസ് ആയിട്ടിരുന്ന ചാമ്പ്യൻ റീഫ് മൈൻ എന്ന് പറഞ്ഞൊരു ഫാക്ടറി. ഇവിടെ ആയിരുന്നു ഏറ്റവും വലിയ അന്നത്തെ ഏറ്റവും കൂടുതൽ ഖനനം നടന്നിട്ട് ഈ സ്വർണം വേർതിരിച്ചിരുന്നതെന്ന് പറയുന്നത്. ചാമ്പ്യൻ റീഫ് മൈൻ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഈ ഒരു ഏരിയ ലിറ്റിൽ ഇംഗ്ലണ്ട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 2-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ ഈ ഖനനം ഉണ്ടായിരുന്നു. ചെറിയ തോതിലുള്ള ഖനനം ഉണ്ടായിരുന്നെങ്കിലും ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇത് കൂടുതൽ കാര്യക്ഷമമായ രീതിയിൽ ഈ ഖനനപ്രവർത്തനങ്ങൾ നടന്നത്. അപ്പോൾ ഇത് ഒരു 1953 ആ സമയത്ത് ഊറംഗം എന്ന് പറഞ്ഞ ഒരു ഖനി ഉണ്ടായിരുന്നു ഇവിടെ. അതായിരുന്നു ആ ടൈമിലെ ഏറ്റവും ആഴമേറിയ ഖനി. ലോകത്ത് ആ ടൈമിലെ ഏറ്റവും ആഴമേറിയ ഖനി എന്നറിയപ്പെടുന്നതിലൊന്ന് ഈ ഊറംഗം ഖനിയായിരുന്നു. ഏകദേശം 10,000 അടിയോളം അതിന് ആഴത്തിലായിരുന്നു ആ ഖനി എന്നാണ് പറയുന്നത്. ഈ അടുത്ത ശരി കാണുന്നതാണ്, നമ്മളിപ്പോൾ കണ്ടാണ് ഈ പറഞ്ഞ കോലാർ ഖനിയിലെ ചാമ്പ്യൻസ് റീഫ് മൈൻ ഷാഫ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നത് ആ ചാമ്പ്യൻ റീഫിൻ്റെ വെളിയിലുള്ള പോർഷനായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ മുൻപോട്ട് വന്നിട്ട് അവിടെ വേറെ റെയിൽവേ ഗേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ റെയിൽവേ ഗേറ്റ് കീപ്പറിൻ്റെ അടുത്ത് ചോദിച്ചു, ഇതിൻ്റെ അകത്ത് എവിടെയാണ് ഈ ഒരു പടം ഷൂട്ട് ചെയ്ത സ്ഥലം എന്ന് ചോദിച്ചു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, ഈ ഒരു ഗേറ്റിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് മുൻപോട്ട് നടക്കുമ്പോൾ അങ്ങനെ കാണാം. അപ്പോൾ ഞങ്ങൾ ആ ഗേറ്റിൻ്റെ സൈഡിൽ കൂടെയുള്ള ആ പാളത്തിൽ കൂടെ നടന്ന് വന്ന് കുറച്ച് മുമ്പോട്ട് വന്നപ്പം ഇങ്ങനൊരു പാത അകത്തോട്ട് കണ്ട്. അപ്പോൾ നമ്മൾ ആ പാതയിലൂടെ മുമ്പോട്ട് ഇങ്ങനെ പോയി. വേറെ പൊടിപടലങ്ങൾ മൊത്തം നിറഞ്ഞൊരു പാതയാണ്. വെള്ളം മണൽ കണക്ക് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇതെന്താണെന്നറിയാൻ വേണ്ടി അങ്ങനെ കുറച്ച് നടന്ന് ജസ്റ്റ് റോഡിൽ നിന്നൊരു 400 മീറ്ററോളം മുൻപോട്ട് നടന്ന്. ഇതിനൊക്കെ രണ്ട് സൈഡിലും കാട് കണക്കും, പിന്നെ ഇടയ്ക്ക് വെച്ച് കുറേ ഭാഗങ്ങളിൽ ഇങ്ങനെ അവർ മുള്ളെല്ലാം വലിച്ചിട്ടിട്ടുണ്ട് അങ്ങോട്ട് ആരും നടന്നു പോകാതിരിക്കാനൊക്കെ. അപ്പോൾ അത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. നമ്മളൊരു ആകാംക്ഷ കൊണ്ട് ഇങ്ങനെ നടന്നു പോയി എവിടെയാണെന്നാണ്. അത് ഈ കാണുന്ന ഈ ഒരു കുന്നൊക്കെ ആ ഒരു ഗോൾഡ് വേർതിരിച്ചതിന് ശേഷമുള്ള ധാതുക്കളെല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടിട്ട് കുന്നായത്. ഇതിനകത്ത് ഒരുപാട് കുന്നുകൾ അവിടെ ഉണ്ട്. ഒരുപാട് കുന്നുകളുണ്ട്. ഒരു 19 to 20 കിലോമീറ്ററോളം ചുറ്റോളം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു കുന്നിൻ്റെ മുകളിൽ വെച്ചാണ് ഈ KGF-ഉം ഈ പറഞ്ഞ തിരുടാ തിരുടി എന്ന പടത്തിലുള്ള ആ ഒരു സോങ്ങും എല്ലാം ഷൂട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിലാണ്. അപ്പോൾ നമുക്കിങ്ങനെ അറിയാം, നമ്മളിങ്ങനെ കളറൊക്കെ കണ്ടോ, ജസ്റ്റ് ഇതെല്ലാം ഇങ്ങനെ ഇതിട്ടിട്ട് കുന്നായതാണ്. ഇത്
സാധാരണ രീതിയിൽ പ്രകൃതിദത്തമായ കുന്നല്ല ഇത്. ഇതിൽ നിന്നും വേർതിരിച്ച ധാതുക്കൾ ഇങ്ങനെ കൊണ്ടിട്ട് വേസ്റ്റുകൾ കൊണ്ടിട്ട് ഡംപ് ചെയ്ത് കുന്നായത്. നമ്മൾ വരുന്ന വഴിയിൽ കുറേ പാറച്ചുകളുകൾ കൂട്ടിയിട്ട കുറേ കുന്നുകളുണ്ടായിരുന്നു. അപ്പം നമുക്കത് എന്താണെന്ന് മനസ്സിലായില്ല. അത് ഒരുപാട് ഇങ്ങനെ കിലോമീറ്ററോളം പാറച്ചുകളുകൾ വലിയ കുന്ന് കണക്ക് ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. കൽക്കരി കണക്ക് നമുക്കിങ്ങനെ തോന്നും. അപ്പോൾ നമ്മളവിടെ ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഇതിൽ നിന്ന് ഇങ്ങനെ വേർതിരിച്ചതിന് ശേഷം ഈ മൈൻസിനകത്ത് പൊട്ടിച്ചെടുത്ത പാറകൾ ഇങ്ങനെ കൊണ്ട് ഡംപ് ചെയ്യുന്ന സ്ഥലമായിരുന്നു അതെല്ലാം. അപ്പോൾ ഇതെല്ലാം അങ്ങനെ ഡംപ് ചെയ്തായ കുന്നുകളാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതൊക്കെ ആ മൈൻസിൽ നിന്ന് കൊണ്ടുവരുന്ന ഈ ധാതുക്കൾ വെച്ച് ഗോൾഡ് വേർതിരിക്കുന്ന ഒരു ഏരിയ ആയിരുന്നത്. അതെല്ലാം ഇപ്പം പ്രവർത്തനരഹിതമാണ്. അവിടെ എല്ലാം സെക്യൂരിറ്റി ഉണ്ട്. അവിടെ നമുക്ക് കയറാൻ പറ്റത്തില്ല. അവിടെ എല്ലാം ഫുൾ ലോക്കെ കിടക്കുകയാണ്. അപ്പോൾ അതിനകത്തൊക്കെ പഴയ മെഷീനറീസും കാര്യങ്ങളൊക്കെ തുരുമ്പെടുത്ത് കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഇതിന് വെളിയിൽ നിന്നാൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഏകദേശം 2-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ ഖനനമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 2-ാം നൂറ്റാണ്ട് മുതൽ ഇതിനകത്ത് ഖനനമുണ്ടായിരുന്നു. അതിനുശേഷം പല രാജാക്കന്മാരുടെയും എല്ലാം അധീനതയിൽ വന്ന് ഇത് അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വന്നു. അതിനുശേഷം ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് അണ്ടറിൽ അങ്ങനെ കാലങ്ങളോളം ഇത് ഇവിടുന്ന് ഇതിൽ നിന്ന് ഏകദേശം കണക്ക് പറയപ്പെടുന്നത് 900 ടണ്ണോളം ഗോൾഡ് ഇവിടുന്ന് കുഴിച്ചെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. 900 ടൺ. അതിൽ പുറത്ത് അത് ഏകദേശം കണക്കാണ്. അപ്പോൾ അതിൽ പുറത്ത് ഗോൾഡ് ഇവിടുന്ന് എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് അതിൻ്റെ പിന്നെ ഇത് നിർത്താൻ കാരണം ഇതിൻ്റെ ധാതുക്കളുടെ ഒരു ലഭ്യതക്കുറവും പിന്നെ ഇതിൻ്റെ കോസ്റ്റ് കൂടിയപ്പോഴാണ്, ഇതിൻ്റെ ഇത് കൂടിയപ്പോഴാണ് ഈ ഒരു മൈനിങ് നിർത്തിയത്. ഏകദേശം 2001 ഫെബ്രുവരിയോട് കൂടിയാണ് ഇവിടുത്തെ ഈ ഒരു മൈനിങ് ഒക്കെ അവസാനിപ്പിച്ചതെന്നാണ് നമുക്കത് ഗൂഗിൾ ചെയ്തപ്പോൾ കിട്ടിയത്. ഇന്ത്യയിലെ ആദ്യത്തെ പവർ ജനറേഷൻ യൂണിറ്റിൽ ഒന്ന് ഇവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അത് അന്നത്തെ കാലത്ത് ഇതിൻ്റെ ഈ ഒരു മൈനിങ് ഓപ്പറേഷൻസിനെയൊക്കെ അതിനു വേണ്ടിയായിരുന്നു ഈ ഒരു പവർ ജനറേഷൻ യൂണിറ്റ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് 1004 ചോള രാജാക്കന്മാരുടെ കാലത്തും അതിനുശേഷം ഇത് പിന്നെ മൈസൂർ ഭരണകാലത്തും ഒക്കെ ഇവിടെ ഈ മൈനിങ് ഉണ്ടായിരുന്നു. ചോള രാജാക്കന്മാരുടെ ശേഷം ഇത് മൈസൂർ സുൽത്താൻ്റെ അണ്ടറിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഈ ഒരു ഫീൽഡ് ഈ കോളാർ ഏരിയ പിന്നെ മറാഠാസിൻ്റെ അണ്ടറിലും ഹൈദരാബാദ് നിസാമിൻ്റെ അണ്ടറിലും അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ അണ്ടറിലുമൊക്കെ ഈ ഒരു മൈനിങ് ഏരിയ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാണിത്. ഇത് ആ സെക്യൂരിറ്റി അതിന് മുകളിലുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ കാണിച്ചു തന്നതാണ്. നമ്മൾ പോയത് വേറൊരു വഴി കൂടെ ആയിരുന്നു, തിരിച്ചിറങ്ങി വന്നത് ഇതിലെ കൂടെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു കുന്നിൻ്റെ മുകളിൽ വെച്ചാണ് നമ്മൾ KGF ചാപ്റ്റർ 1, KGF ചാപ്റ്റർ 2 ആ 2 പടം ഷൂട്ട് ചെയ്തത്. പിന്നെ അതുകൂടാതെ തിരുടാത്തിഡി എന്ന് പറയുന്ന ധനുഷിൻ്റെ പഴയൊരു മൂവിയുടെ ഒരു ഡാൻസ് രംഗവും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ KGF കാണാൻ വരുന്നവരോട് പറയാനുള്ളത് ആ ഒരു പടത്തിൽ കണ്ടതുപോലുള്ള ആ ഒരു മൈനും കാര്യങ്ങളൊക്കെ കാണാൻ ആണ് നിങ്ങൾ വരുന്നതെങ്കിൽ അതൊന്നും കാണാൻ സാധിക്കത്തില്ല. കാരണം അതെല്ലാം ആ മൈൻ ഏരിയയിലോട്ടൊന്നും നമുക്ക് പോകാനോ കഴിയത്തില്ല. അവിടെ എല്ലാം ഫുള്ളി സെക്യൂരിറ്റി ആണ്, ഫുള്ളി റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ഈ ഫാക്ടറികളെല്ലാം റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഒരു പഴയ കാലം തൊട്ട് ഇന്ന് വരെ നിലനിന്നിരുന്ന ആ ഒരു മൈനിങ് ഏരിയാസ് അതിൻ്റെ ചുറ്റുവട്ടമൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. ഈ പറഞ്ഞിരിക്കുന്ന അതിൻ്റെയൊക്കെ ഡംപ് ചെയ്തിരിക്കുന്ന ഈ വേസ്റ്റ് ഡംപ് ചെയ്തിട്ടുണ്ടായ കുന്നുകൾ, പാറകൾ കൂട്ടിയിരിക്കുന്നത് അങ്ങനെയുള്ള ഏരിയ, പഴയ കൂട്ടിയിരിക്കുന്ന ഫാക്ടറികൾ, പഴയ അവരുടെ ക്വാർട്ടേഴ്സുകൾ, അതിൻ്റെയൊക്കെ പുറം ഭാഗം കണ്ട് ഇങ്ങനെ യാത്ര ചെയ്ത് വരാം എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് മറ്റുള്ള മൈനോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കത്തില്ല. കാരണം അതെല്ലാം ഫുള്ളി ലോക്ക്ഡ്, ഫുള്ളി സെക്യൂരിറ്റി ആണ്. അവിടെ ഒന്നും നമുക്കൊന്നും കയറാൻ സാധിക്കത്തില്ല. ആ റൈറ്റ് സൈഡിൽ കാണുന്ന അതൊക്കെയാണ് ആ പഴയ പൂട്ടിയിരിക്കുന്ന ഫാക്ടറികളിലൊന്നും അതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു മൈൻഡിലാണ്, ആ ഒരു പടം കണ്ട മൈൻഡിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും കാണാൻ സാധിക്കത്തില്ല. ജസ്റ്റ് ഇങ്ങനെയുള്ള കുറച്ച് ആ പഴയകാല ഫാക്ടറികളും ക്വാർട്ടേഴ്സുകളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ട് പോവാം. അത്രയേ ഉള്ളൂ. വേറെ ഒരു വിധത്തിലുള്ള ഒരു ഇതും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. മൈൻസോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മുടെ KGFനെ കുറിച്ചുള്ള ചെറിയൊരു നമ്മളെ കൊണ്ട് അറിയാൻ പറ്റുന്ന രീതിയിൽ അവിടെ ചോദിച്ചു പറഞ്ഞൊക്കെ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.